കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖാംനഈ എന്ന് പറയുന്ന ഒരു പടുവൃദ്ധനായ മനുഷ്യനെ രാജ്യാതിർത്തി കടന്ന് വെടിവെച്ച് കൊന്നപ്പോൾ ഇസ്ലാമിക സയനിസ്റ്റുകൾ എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാവുന്ന കുറച്ചുപേർ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ആഹ്ലാദചിത്തരാവുകയും മൗനം പാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ചതെന്ന് എന്നെ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും വിശുദ്ധ റമദാനിലെ ധീര രക്തസാക്ഷിത്വമെന്ന് ഒരു കലവറയും മടിയും കൂടാതെ മുനവ്വർ അലി ശിഹാബ് തങ്ങളെപ്പോലെ ഏറ്റവും കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ നിർഭയമായി എഴുതിയത് നന്നായി. അതിലെ കഥകൾ മുഴുവൻ അദ്ദേഹം വളരെ ഭംഗ്യന്തരേണ പറഞ്ഞു. അപ്പോഴാണ് ചില മാനസിക രോഗികൾ, ചില ഷിഈ വിരുദ്ധവാദികൾ യഥാർത്ഥ ഇസ്ലാമാണെന്നുള്ള നിലയിൽ വല്ല രാജ്യത്തുനിന്നും കിട്ടുന്നതും ഞണ്ണി ഒരു സംഘടന ഉണ്ടാക്കി അതിനെയും 4 കഷ്ണങ്ങളായി പിളർപ്പിച്ച് അതിൻ്റെ കഷ്ണവും എടുത്തുകൊണ്ട് നാട്ടിലൂടെ മുഴുവൻ പ്രസംഗിച്ചും വായ്ത്താരി അടിച്ചും നടക്കുന്ന ഇസ്ലാമിലെ ഈ സയനിസ്റ്റ് വിഭാഗക്കാരിൽ ചിലരൊക്കെ ഇട്ട പോസ്റ്റുകൾ അത്രമേൽ ഹൃദയഭേദകമായിരുന്നു. ഒരു മിടുക്കനായ വിസ്ഡം നേതാവിട്ടത് അൽഹംദുലില്ല 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 എന്ന് പറഞ്ഞാൽ ഖാംനഈ മരണപ്പെട്ടതോടുകൂടി ഇസ്ലാം മതം അങ്ങ് രക്ഷപ്പെട്ടു, ഇനി ഇവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ മതി, കാരണം അവസാന നാൾ വരെ ഇവർ സംരക്ഷിച്ചുകൊള്ളും. മറ്റൊരാളാണെങ്കിൽ ഇനി ഇടയ്ക്കിടെ ഈ അഴിച്ചിടൽ കാണണ്ടല്ലോ, അതായത് ഖാംനഈയുടെ ചിത്രവും കണ്ണടയും കാണിച്ചുകൊണ്ട് വലിയ ഇറബിയിൽ പേരൊക്കെ എഴുതി ഭയങ്കരമായ വസുവാസൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വേറൊരു ചാത്തൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ ആ ചെകുത്താൻ ചത്തുപോയി, അൽഹംദുലില്ല, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ ഇറാനി ഷിയ റാഫിദുൽ കാഫിർ സഹാബാക്കളുടെ നിന്ദിക്കുന്ന ഖുർആനാണ്, അംഗീകരിക്കാത്ത വ്യഭിചാരം കള്ള് ഹലാലാക്കിയ നീചനാണ് ഇവൻ. ഇതെല്ലാം എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് വിസ്ഡം സയനിസ്റ്റ് അടിമകളാണ്. അവർ വലിയ ആവേശത്തോടെയാണ് ഈ കൊലപാതകത്തെ വലിയ ന്യായീകരണത്തോടെ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ വിചാരം കണ്ടാൽ ഇവനൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഈ ഖാംനഈയെ ഇസ്രയേലും അമേരിക്കയും കൊന്നത് അയാൾ ഒരു ഇസ്ലാമിൻ്റെ ശത്രുവായതുകൊണ്ടും അയാൾ ഷിഈ ആയതുകൊണ്ടും യഥാർത്ഥ സുന്നി ശക്തിപ്പെടുന്നതിന് വേണ്ടിയും ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ സുന്നിസം വളരുന്നതിനെ സഹായിക്കാനും വേണ്ടിയാണ് കൊന്നതെന്നാണ് ഈ പമ്പര വിഡ്ഢികളായ അടിമക്കണ്ണുകൾ വിശ്വസിച്ചിരിക്കുന്നത്. അവർക്ക് അത്തരം ബോധവും ഭ്രാന്തും നൽകുന്ന മറ്റു ചില കൂസ്മാണ്ടൻ നേതാക്കളുടെ പിന്തുണ കൂടിയാണ് ഇതിനൊക്കെ കരുത്താകുന്നത്. ഇവരൊക്കെ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഉദരപൂരണത്തിനായി കുറേ ചരിത്രമൊക്കെ പഠിച്ചു വെച്ച് ആ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇവരൊക്കെ ഉണ്ടാക്കിയ വലിയ കുറ്റങ്ങളും കുറവുകളുമൊക്കെ കണ്ടുപിടിച്ച് ഇന്നത്തെ കാലത്തെ സയനിസ്റ്റ് ഭീകരർ ഈ പറയുന്നത് പോലെ കൊന്നു തള്ളുമ്പോൾ അതിലെല്ലാം കൊന്നു തള്ളിയത് നന്നായി 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 എന്ന് പറയുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. കാരണം തിരിച്ചു പറഞ്ഞാൽ അന്നം മുട്ടും, ജോലി പോകും, മറ്റു പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതിൽ ചില ഭ്രാന്തന്മാരൊക്കെ രാവിലെ മുതൽ ഇതിൻ്റെ പോസ്റ്റുകൾ ഞാൻ എഴുതി വളവളാ എഴുതി അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടിപ്പോൾ സുന്നിയും ഷിയയും കളിക്കുന്ന നിമിഷമല്ല. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ അതിൻ്റെ അടയാളങ്ങൾ ഇല്ലാതാക്കത്തക്ക വിധം തുടച്ചു നീക്കുമ്പോൾ അതിനകത്ത് പല ന്യായങ്ങളും കണ്ടെത്തുകയാണ്. പണ്ട് ഫലസ്തീൻ ആക്രമിച്ചപ്പോൾ ഇവർ ഹമാസിൻ്റെ കുറവ് കണ്ടെത്തി. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ കൊന്നപ്പോൾ മറ്റൊരു ന്യായം കണ്ടെത്തി. അതുപോലെ വെനിസുലയിലെ ആളിനെ പിടിച്ചുകൊണ്ട് പോയാൽ അത് ഈ പറയുന്നത് പോലെ ഇസ്ലാമിയത്തില്ലാത്ത, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്ത ആളാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ ആശ്വസിക്കും. ആകെ ഇവരുടെ നേതാക്കളെ എന്നെങ്കിലും ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിനും മനുഷ്യത്വത്തിനും മാനവികതയ്ക്കുമുള്ള ഭീഷണിയാവുന്നുള്ളൂ. അതുവരെ ഇത് ഛർദ്ദിച്ച് ആസ്വദിച്ച് ആവേശം കൊള്ളുകയാണ് ഇസ്ലാം എന്ന പേരിലുള്ള ഈ ഇസ്ലാമിക സയനിസ്റ്റ് ഭീകരർ. അത് കണ്ടപ്പോൾ അത്രയും പറയണമെന്ന് വിചാരിച്ചു.